കൊച്ചിയിൽ വലിയൊരു രാസലഹരി വേട്ട നടന്ന ദിവസമാണെന്ന് 716 ഗ്രാം MDMA ആണ് കോഴിക്കോട് സ്വദേശി അർജുൻ വി നാഥിൽ നിന്നും ഡാൻസ് ആപ്പ് സംഘം പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് ഡൽഹിയിൽ നിന്നാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബാങ്കിലെ ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ജോലി നോക്കുന്നയാളാണ് ഈ അർജുൻ. ലഹരി ഇടപാടിന് മാത്രമാണ് പതിവായി കൊച്ചിയിലേക്ക് ഇയാൾ വന്നിരുന്നത്. ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ തന്ത്രപരമായ ഓപ്പറേഷനിലൂടെയാണ് ഡാൻസ് ആഫ് ടീം വൻ ലഹരിവേട്ട കൊച്ചിയിൽ നടത്തിയത്. ഇതിൽ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് അർജുൻ വി നാഥ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 1 ഗ്രാമിലധികം വരുന്ന MDMAയുമായി ആദ്യം അർജുൻ പിടിയിലാകുന്നത്. കോഴിക്കോട് സ്വദേശിയാണ് ഇയാൾ. ആ ഘട്ടത്തിൽ ഇയാളെ ചേരാനെല്ലൂർ പോലീസിന് കൈമാറുന്നു. ചേരാനെല്ലൂർ പോലീസ് കേസെടുക്കുന്നു. അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഡാൻസ് ആഫിന് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇയാളുടെ കയ്യിൽ കൂടുതൽ ലഹരിയുണ്ട് എന്ന്. ഡാൻസ് ആഫ് ടീം ചോദിച്ച ഘട്ടത്തിൽ ലഹരി തൃക്കാക്കരയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി. അങ്ങനെയാണ് ഡാൻസ് ആഫ് ടീം നേരെ തൃക്കാക്കരയിലെ ആ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച് അവിടേക്ക് എത്തുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ ഏകദേശം 715 ഗ്രാമോളം വരുന്ന MDMA ആണ് കണ്ടെടുത്തത്. ആ മുറി എന്ന് പറയുന്നത് ഈ അർജുൻ്റെ സുഹൃത്ത് വാടകയ്ക്കെടുത്ത സ്ഥലമാണ്. അവിടെ സ്ഥിരമായി അർജുൻ എത്താറുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇതോടൊപ്പം തന്നെ ഈ സുഹൃത്തിന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്. എന്തായാലും അവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ട് അവിടെ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അർജുനെതിരെ 2 കേസുകളാണ്. ഒന്ന് ചേരാനെല്ലൂർ പോലീസും അതോടൊപ്പം തന്നെ തൃക്കാക്കര പോലീസും. എന്തായാലും പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഇയാൾ ബാങ്കിൽ ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ജോലി നോക്കുന്നയാൾ ആണ് എന്നതാണ്. തൃശ്ശൂരിലാണ് ഇയാളുടെ ജോലി. ഇയാൾ കൊച്ചിയിലെത്തുന്നത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് കൊറിയർ മാർഗമാണ് ഇവിടേക്ക് ലഹരി എത്തിക്കുന്നത്. വാട്ടർ ഹീറ്ററാണ് എത്തിക്കുന്നത്. വാട്ടർ ഹീറ്ററിനകത്ത് ഒളിപ്പിച്ചാണ് ഈ MDMA കൊണ്ടുവരുന്നത്. MDMA കൊണ്ടുവന്ന ശേഷം ഈ പറയുന്ന തൃക്കാക്കരയിലെ അപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് പലർക്കും ബൾക്കായി തന്നെ വിതരണം ചെയ്യുകയാണ് ഉണ്ടാകാറുള്ളത്. ഏകദേശം 1 മാസം മാത്രം 3 കിലോയോളം MDMA ആണ് ഡൽഹിയിൽ നിന്ന് ഇയാൾ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് കടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇയാൾക്ക് ആരാണ് ലഹരി കൈമാറുന്നത്, ഡൽഹിയിലെ ഏതൊക്കെ സംഘങ്ങളാണ് ലഹരി കൈമാറുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇയാളിൽ നിന്ന് ആരൊക്കെയാണ് ലഹരി വാങ്ങിക്കൊണ്ടു പോകുന്നത് അവരെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളും കിട്ടി. ചില സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഇവിടെ MDMA എത്തിച്ച് വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തി ധനസമ്പാദനമാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. ഇയാളുടെ റാക്കറ്റിലടക്കം കൂടുതൽ പേർ ഉണ്ട് എന്ന ബോധ്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും വിപുലമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. ഇയാളെ ചേരാനെല്ലൂർ പോലീസും അതോടൊപ്പം തന്നെ ഡാൻസ് ആഫ് ടീമും വിശദമായി ഏറെ മണിക്കൂറുകൾ നേരം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒട്ടനവധി വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്, പരിശോധനയിലാണ്. $715 ഗ്രാം സീഷർ എന്ന് പറയുന്നത് വലിയ ഒരു സീഷർ തന്നെയാണ് ഡാൻസ് ആഫിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസ് സംഘം കടക്കും. യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.